എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. എടുത്തവർക്ക് ശബ്ദമുയർത്തി വായിക്കാം. 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം? വിശുദ്ധ തിരുവെഴുത്ത് ആദിയോടന്തം നാം പരിശോധിച്ചാൽ ലോകത്തിൽ ഭരിച്ചിരുന്ന ഭരണകർത്താക്കളും രാജ്യങ്ങളും അതിൻ്റെ ഉത്തുംഗ ശൃംഖങ്ങളും അന്നുണ്ടായിരുന്ന ജീവിത നിലവാരവുമൊക്കെ വ്യക്തമായി വരച്ചു കാണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. കർത്താവ് പറയുന്നു, നിനക്ക് ആവശ്യമുള്ളതെന്തോ അത് ഈ പുസ്തകത്തിൽ തിരഞ്ഞാൽ നിനക്കത് കാണാൻ കഴിയും. ഈ എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് വാണിരുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്വത്രം എന്താണ്? 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാമെങ്കിൽ ഉറച്ചു വായിക്കാം. ബൈബിൾ എടുത്ത് വെച്ചിട്ട് നോക്കിയിരിക്കല്ല. അഹശ്വേരോശിൻ്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോശ് ഇവൻ തന്നെ. സ്വത്രം ഹിന്ദു ദേശം എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ആ രാജ്യത്തിൽ വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. അപ്പം അഹശ്വേരോശ് രാജാവ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ വാണിരുന്നു. സ്വത്രം നോക്ക്, വചനം പറയുന്നത് നിനക്ക് തിരിച്ചറിവ് വേണമെങ്കിൽ, ലോകത്തെക്കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ വെളിപ്പെടുമെന്ന് നിനക്ക് അറിയണമെങ്കിൽ വേറെ ഒരു പുസ്തകം പരിശോധിച്ചാലും നിനക്ക് ആ അറിവ് കിട്ടത്തില്ല. വിശുദ്ധ തിരുവെഴുത്ത് ബൈബിൾ വായിച്ചാൽ ആ അറിവ് നിനക്കുണ്ടാകും. അതുകൊണ്ടാണ് ലോകത്തിലെ സകല മനുഷ്യരും ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഈ പുസ്തകത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നതും. ഇത് കേൾക്കുമ്പോൾ ഇതിവിടെ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്നതും. സ്തോത്രം. കുഞ്ഞുങ്ങളെ, ഈ പുസ്തകം ചുമക്കുവാൻ നിങ്ങൾക്കും എനിക്കും കിട്ടിയ ഭാഗ്യം ചെറുതൊന്നുമല്ല. കാരണം ഈ പുസ്തകത്തെ മാത്രമേ സത്യപുസ്തകമെന്ന് പറയുന്നുള്ളൂ. അതിന് പൂർണ്ണത പറഞ്ഞ സത്യവേദ പുസ്തകം. സ്വത്രം. കാരണം മറ്റൊരു പുസ്തകത്തിൽ തിരഞ്ഞാലും നാം ആഗ്രഹിക്കുന്ന പലതും കണ്ടെത്താൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ ആരംഭം മുതൽ, സ്വർഗത്തിൻ്റെ ആരംഭം മുതൽ, സ്വത്രം, ഈ ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും അവസാനം എന്തായി തീരുമെന്നും മാനവരാശി എന്തായി തീരുമെന്നും ഇത് എങ്ങനെ ഉരുവായി എന്നും ഇതിനെ ഉരുവാക്കിയത് ആരാണെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന ലോകത്തിലെ ഉള്ള ഒരേ ഒരു പുസ്തകം വിശുദ്ധ തിരുവെഴുത്തായ ബൈബിളാ. ഈ ജ്ഞാനം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സലിവ് തോന്നി. ജ്ഞാനികൾക്ക് ഇത് മറച്ചു. എന്തുകൊണ്ട്? സർവശക്തനായ ദൈവം പാഷ്വാലിറ്റി കാണിക്കുന്ന, വേറുകൃത്യം കാണിക്കുന്ന വ്യക്തിയാണോ? ഒരിക്കലുമല്ല. നീ നിന്റെ ജ്ഞാനം കൊണ്ട് ഇത് പഠിച്ചാൽ ഇതിൻ്റെ സത്യത്തെ നിനക്ക് വെളിവായി വരത്തില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ബൈബിളൊന്ന് വായിച്ചു തുടങ്ങും. സകല ജ്ഞാനത്തെയും സകല സത്യത്തെയും സ്വർഗത്തിലെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം, എങ്ങനെ ദൈവസന്നിധി പോകണം, എങ്ങനെ ദൈവത്തെ ഉയർത്തണം
ഇനി ലോകത്തിൽ നീ എങ്ങനെ ആയിരിക്കണം, ലോകക്കാരെ എങ്ങനെ സ്നേഹിക്കണം, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ഇത് സത്യമായും എഴുതിയിരിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ഈ നല്ല പകൽക്കാലം ഈ വിശുദ്ധ വചനവും ചുമന്ന് സത്യദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾ വന്നെങ്കിൽ നിങ്ങളുടെ മേലൊരു വലിയ വാഗ്ദത്തമുള്ളത് കൊണ്ടാണ് വന്നത്. മറ്റാർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തു മൂലം നിങ്ങൾക്ക് നൽകിയത് കൊണ്ടാണ് നിങ്ങൾ ഈ പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ അഹശ്വേരോശിന്റെ കാലത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനെതിരെ ഒരു പീഡയുണ്ടായി. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ സ്തോത്രം തകർക്കുവാൻ പിശാച് എഴുന്നേറ്റു. സ്തോത്രം. എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ ദൈനംദിന ദിവസങ്ങൾ അഹശ്വേരോശിന്റെ ജീവിതത്തിൽ സന്തോഷകരമായിരുന്നില്ല. പലപ്പോഴും അവൻ തകർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം അവൻ്റെ പ്രജകളായ പലരും അവനെ കൊല്ലുവാൻ വേണ്ടി തക്കം പാർത്ത് സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് പിന്നാലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അഹശ്വേരോശിൻ്റെ അകത്ത് ഭരണം തനിക്കുണ്ടെങ്കിലും ഭയം തന്നെ കടന്നു പിടിച്ചിരുന്നു. ഒരു ദിവസം തൻ്റെ ഭടന്മാർ തന്നെ കൊല്ലുവാൻ തീരുമാനിച്ചു തന്ത്രം മെനഞ്ഞിരിക്കുമ്പോൾ മൊർദെഖായി എന്ന് പറഞ്ഞ ഒരു യഹൂദൻ അത് തിരിച്ചറിഞ്ഞു. സ്വത്രം. തൻ്റെ യജമാനനെ കൊല്ലുവാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ താൻ രഹസ്യത്തിൽ അത് രാജാവിനെ അറിയിച്ചു. രാജാവേ, അങ്ങ് ശുഭമായിരിക്കട്ടെ. സ്വത്രം. അങ്ങയെ വധിക്കുവാൻ ഇതാ ചിലർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് രക്ഷ പ്രാപിക്കണമെന്ന് നീ തന്ത്രങ്ങൾ മെനഞ്ഞുകൊള്ളുക. സ്വത്രം. രാജാവ് അന്വേഷിച്ചു. ശരിയാണ്, തന്നെ കൊല്ലുവാൻ തൻ്റെ ഭടന്മാർ തീരുമാനിച്ചു. എന്നാൽ കാര്യം പറഞ്ഞ മൊർദെഖായിയെ രാജാവ് മറന്നു. മൊർദെഖായിയുടെ പ്രാർത്ഥന, മൊർദെഖായിയുടെ കണ്ണുനീര് ആ ദേശത്തിന് വലിയൊരു വിടുതൽ അയക്കാനിടയായി തീർന്നു. സ്വത്രം. എന്നാൽ അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ രാജ്യത്തുള്ള സകലരും അവനെതിരായി തീർന്നു. കുഞ്ഞ്, നീ ഒരു ദൈവ പൈതലാണെന്ന് അറിയുമ്പോൾ നിനക്കെതിരെ ശത്രു തലപൊക്കും. നീ ലോകത്തിൽ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊരു തലവേദനയായി, കുടുംബത്തിനൊരു ശാപമായി, മാതാപിതാക്കൾക്കൊരു കണ്ണുനീരായി മാറിയാൽ ആരും നിന്നെ ചോദ്യം ചെയ്യത്തില്ല. എന്നാൽ എല്ലാ പാപ വഴികളും വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിച്ച് ദൈവത്തെ ആരാധിപ്പാൻ നീ ഇറങ്ങി പുറപ്പെട്ടാൽ ചത്തു കിടക്കുന്ന വലിപ്പം വരെ ചാടി എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കും, നിനക്ക് തലയ്ക്ക് ഭ്രാന്തായിരുന്നോടാ ഈ അല്ലേലിയ സ്തോത്രം പറഞ്ഞ് തുള്ളുന്നവൻ്റെ കൂടെ പോകുവാൻ, ഈ കറുത്ത പുസ്തകം ചുമക്കുവാൻ നിനക്ക് തലയ്ക്ക് ഓളമുണ്ടോ? സ്തോത്രം. ഈ വല്യപ്പൻ അറിഞ്ഞില്ല ഈ പുസ്തകത്തിൻ്റെ മഹത്വം എന്താണെന്ന്. സ്തോത്രം. ഇത് മഹത്വം എന്താണെന്ന് അറിഞ്ഞത് കൊണ്ടാ കുഞ്ഞെ നീ പുസ്തകം ചുമക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ ഇത് ചുമക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്ന വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യവാൻ. സ്വത്രം. ലോട്ടറി അടിക്കുന്ന ഭാഗ്യമല്ല പറയുന്നത്. ഈ പുസ്തകം ചുമക്കുന്നവൻ, ഇതിൽ എഴുതിയിരിക്കുന്ന വായിക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്നവൻ, അവൻ ഭാഗ്യവാൻ, അവൻ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ ലോകത്തിൽ ദേശത്തിൽ ഒരനർത്ഥം വരുമ്പോൾ അടങ്ങിയിരിക്കത്തില്ല. സ്വത്രം. ലോകത്തിൽ മാരക രോഗം കടന്നു പിടിച്ചപ്പോൾ പലരും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി. എന്നാൽ ദൈവമക്കൾ അതിനെതിരെ പ്രാർത്ഥിച്ചു. സ്വർഗം അതിനെ നീക്കി. ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ, സ്വത്രം. നോക്ക്, ദൈവത്തിൻ്റെ നാമം ആ ദേശത്ത് മഹത്വം എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് താൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും വെളിപ്പെടാതെ പോയത് കൊണ്ട് നോക്ക്, മൊർദെഖായി തൻ്റെ മകളെ, തൻ്റെ പേരപ്പൻ്റെ മകളെ സ്വത്രം കൊട്ടാരത്തിനകത്ത് അഹശ്വേരോശിൻ്റെ പത്നിയായി സ്വത്രം അവരോധിക്കപ്പെടേണ്ടതിന് അതിനകത്ത് കയറ്റി വിട്ടു. സ്വത്രം.
എന്നാൽ പറയട്ടെ, അർഹതയില്ലാത്ത സ്ഥാനങ്ങളും മാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുമ്പോൾ നടത്തിയ വഴികളും കരുതിയ നന്മകളും അതിനുവേണ്ടി കൈപിടിച്ചുകൊണ്ടുവന്നാക്കിയവരെ മറന്നുപോയാൽ കുഞ്ഞെ, നീ ശുഭമായി വസിക്കത്തില്ലെന്ന് ലോകത്തിലെ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഓർക്കണമേ, നടത്തിയ വഴികളും കരുതിയ നന്മകളും ഓർത്ത് നന്ദിയുള്ളവനും നന്ദിയുള്ളവളുമായി ജീവിച്ചാലുണ്ടല്ലോ, അനർത്ഥം വ്യസനഹേതുവിന് കാരണമാകാതെ നീ അതിൽ നിന്നും വിമുക്തി നേടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നോക്ക്, എസ്തേർ അകത്ത് ചെന്നു. അവിടെ താൻ അനുഭവിച്ചിട്ടില്ലാത്ത സുഖസൗഭാഗ്യങ്ങൾ അനുഭവിച്ചപ്പോൾ അവൾ ആരെ മറന്നെന്നറിയാമോ? തൻ്റെ കൂടപ്പറപ്പായ തൻ്റെ സഹോദരങ്ങളെയും മൊർദെഖായിയെയും മറന്നു. ഇപ്പം അമ്മാമ്മയ്ക്ക് സ്വത്രം ഇപ്പം സപ്രപഞ്ച കട്ടിലും നല്ല ആഹാരവും വില കൂടിയ വസ്ത്രങ്ങളും കൊട്ടാരത്തിനകത്ത് വസ്തിയായിട്ട് അമ്മാമ്മ ഇങ്ങനെ തുള്ളി നടക്കുകയാ. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയോട് പറയട്ടെ, നീ തുള്ളുമ്പോൾ ഓർത്തോണം നിന്നെ തുള്ളിക്കുന്നത് ആരാണെന്ന്. സ്വത്രം. നീ ആത്മാവിലല്ല തുള്ളുന്നത്, നീ ലോകത്തിൻ്റെ മോഹം കണ്ടിട്ടാ തുള്ളുന്നതെങ്കിൽ നീ വീഴും. എന്നാൽ ആത്മാവിൽ നീ തുള്ളിയാൽ കർത്താവിൻ്റെ മഹത്വം നീ കാണും. സ്വത്രം. ലോകം പറയുന്നത് കേട്ട് നീ തുള്ളാൻ പോയാൽ ലോകം ക്ഷീണിക്കും, നീയും ക്ഷീണിക്കും. പക്ഷെ ലോകം നിന്നെ വിട്ടേച്ച് പോകും. നീ വീഴുമ്പോൾ അവിടെ കിടന്ന് തകർന്നു പോകുകയല്ലാതെ നീ ഉയർച്ച പ്രാപിക്കത്തില്ല. നോക്ക്, എസ്തേർ സ്വത്രം കൊട്ടാരത്തിനകത്ത് സന്തോഷത്തോടെ വസിക്കുമ്പോൾ അവൾ ഒരു വാർത്ത കേട്ടു. സ്വത്രം. മൊർദെഖായി രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിക്കുകയും ആത്മതപനം ചെയ്യുകയും ചെയ്യുന്നു. സ്വത്രം. നോക്ക്, സുഖലോലുപതയോടെ കൊട്ടാരത്തിനകത്ത് സകലതും മറന്ന് ആർത്തട്ടഹസിച്ച് ജീവിക്കുന്ന എസ്തേർ ആ വാർത്ത കേട്ടപ്പോൾ അവളുടെ മനസ്സിനൊരു അല്പസങ്കടം തോന്നി. സ്വത്രം. കാരണം ഒന്നുമില്ലെങ്കിലും എൻ്റെ വല്യപ്പച്ചനല്ലേ സ്വത്രം. അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്തിനാ രട്ടിലും വെണ്ണീറിലും ഇരിക്കുന്നത്? ബാല്യക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് അന്വേഷിച്ചിട്ട് വാ. എന്നിട്ട് അവൻ ഈ വസ്ത്രം കൊണ്ടു കൊടുത്തിട്ട് ആ ഒരു പിന്നെ സങ്കടകരമായ അവസ്ഥ വിട്ട് തിരിഞ്ഞ് എഴുന്നേക്കാൻ പറ. സ്വത്രം. മൊർദെഖായിട്ടുണ്ടോ? അത് കേൾക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? തനിക്കും തൻ്റെ ജനത്തിനും ഇതാ ഒരു വലിയ കഷ്ടം വരാൻ പോകുന്നു. തൻ്റെ ദേശത്ത് ഒരു നിലവിളി ഉയരാൻ പോകുന്നു. തൻ്റെ ജനം ദേശം വിട്ട് ഓടിപ്പോകണമെന്ന് ശത്രു വാടകോരി എഴുന്നേറ്റിരിക്കുന്നു. അവനെ തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉപവാസം കൊണ്ട് മാത്രമേ അതിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. മുഷ്ടി ബലം കൊണ്ട്, മാനുഷിക ബലം കൊണ്ട് അതിന് ജയിക്കാൻ കഴിയത്തില്ല. കാരണം നിയമം പുറപ്പെടുവിച്ചിരിക്കുന്നത് രാജ്യത്തെ വാഴുന്ന രാജാവാ. അങ്ങനെയെങ്കിൽ ആ രാജാവ് മുദ്രയിട്ട നിയമത്തിൻ്റെ മേൽ ഒരു വ്യക്തിക്കും ഒരു അധികാരവും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൊർദെഖായി ദൈവത്തോട് നിലവിളിച്ചു. ഈ നല്ല പകൽ പ്രിയ ദൈവ പൈതലേ, നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, വരുമെന്നറിയുന്നതിന് മുമ്പേ നീ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കിയാൽ അനർത്ഥം വ്യസനഹേതുവിന് കാരണമാകാതെ നിന്നെ വിട്ടു പോകും. എന്നാൽ പ്രതികൂലത്തിൻ്റെ വാഗ്ദത്തം അവിടെ വെളിപ്പെട്ടപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി ചാരത്തിലിരുന്നു കൊണ്ട് ദൈവവചനം നിലവിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ജനത്തിന് ഒരനർത്ഥം വന്നു ഭവിപ്പാൻ സർവശക്തനെ അങ്ങയുടെ വരുത്തല്ലേ എന്ന് പറഞ്ഞ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ മൊർദെഖായി ഇരുന്നത് കൊണ്ട് ദൈവമഹത്വം രാജ്യത്ത് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, പ്രതികൂലം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ്, നിന്നെ തകർത്ത് കളയുന്നതിന് മുമ്പ് നീ കണ്ണുനീരോടെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, കരുതിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് നോക്ക്. ഒരു ശത്രുവും ഒരു പിശാചും ഒരു മന്ത്രവാദവും ഒരു കൂടുപാത്രവും നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ തൊടാതെ വണ്ണം സ്വർഗം സൂക്ഷിക്കും. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, അവൻ നിന്നെ വിളിച്ചത് തകർക്കുവാനല്ല, നിന്നെ തകർച്ചയിൽ നിന്ന് ഉയർത്തുവാനാ വിളിച്ചത്. അവൻ നിന്നെ വിളിച്ചത് താഴ്ത്തിക്കളയുവാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠനാക്കി മാനിക്കാനാ. അങ്ങനെയെങ്കിൽ മാനിക്കുന്ന ദൈവം നിന്റെ മാനത്തെ നിന്നയാക്കി മാറ്റത്തില്ലെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ
എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. കുഞ്ഞൻ, ലോകക്കാർ നിന്നെ പഴിക്കുമ്പോൾ, ദേശക്കാർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്റെ കുടുംബക്കാർ നിന്നെ തള്ളിക്കളയുമ്പോൾ നീ നിരാശപ്പെടണ്ട. നിന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവ് നിന്നെ വിളിച്ചത്. ആ നിന്ദിച്ചവിടെ മുമ്പിൽ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. നോക്ക്, എസ്തേർ പറഞ്ഞു വിട്ടെങ്കിലും മൊർദെഖായി തിരിച്ചൊരു മറുപടി പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ ആയിരിക്കുന്ന കൊട്ടാരത്തിനകത്ത, പക്ഷെ നീ രക്ഷപ്പെടത്തില്ല. കാരണം പിശാച് നിനക്കെതിരെ വാട കോരിയിരിക്കുക. നീ ഒരു നാളിൽ പിടിക്കപ്പെടും. പിടിക്കപ്പെട്ടാൽ നിന്റെ കഴുത്തിന് മേൽ തല കാണത്തില്ല. അതുകൊണ്ട് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി ഈ നിമിഷം നീ പ്രാർത്ഥിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. അനർത്ഥം, രോഗം, സാമ്പത്തിക പ്രതിസന്ധി, കഷ്ടം, കുടുംബത്തിന് ശാപം, എന്തിനു പറയുന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു ജീവിതമില്ല, നിന്റെ ജീവിതത്തിൽ ഒരു നന്മ കാണാൻ കഴിയുന്നില്ല. ഏതു വഴിക്ക് തിരിഞ്ഞാലും അപമാനവും നിന്ദയും പരിഹാസവും മാത്രം. അത് മാത്രമല്ല, ലോകത്തിൻ്റെ അധികാരിവർഗം നിനക്കെതിരെ വാടകോരി, ബാങ്കുകാർ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടുവന്ന് നിന്റെ കുടുംബത്തെ ജപ്തി ചെയ്ത് നിന്നെ പെരുവഴിയിലാക്കുവാൻ തന്ത്രം മെനഞ്ഞ് പിശാച് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ, കുഞ്ഞെ, നീ കണ്ടില്ല എന്ന് നടിക്കരുത്. മാരക രോഗം കൊണ്ടുവന്നിട്ട് അനേകരെ കടന്നു പിടിച്ച് ക്യാൻസറും അറ്റാക്കും കൊണ്ടുവന്ന് നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ നീ നിന്നതല്ല, എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തിയതാ. അത് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അനർത്ഥം വ്യസനഹേതുവിന് കാരണമാകാതെ സ്വർഗം നിന്നെ അതിൽ നിന്ന് രക്ഷിച്ച് നിന്നെ നിത്യതയുടെ രാജ്യത്തിൽ കൊണ്ടുപോകുന്ന കാലം വരെയും നീ ചോദിക്കുന്നത്, ചിന്തിക്കുന്നത്, നനയ്ക്കുന്നതിന് ഉപരിയായി സ്വർഗം നിന്നെ കരുതി ഉയർത്തും. അത് കൂട്ടുകാരിൽ പരമായി നിറച്ച് നിന്നെ മാനിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. സ്തോത്രം. എസ്തേറിന് മനസ്സിലായി മൊർദെഖായിയുടെ ഉപവാസവും പ്രാർത്ഥനയും നിർത്തത്തില്ല. കാരണം മൊർദെഖായി ആഗ്രഹിച്ചതൊന്നുണ്ട്. സ്തോത്രം. എന്താണെന്നറിയാമോ? ദൈവമഹത്വം ആ രാജ്യത്ത് വെളിപ്പെടണം. സ്തോത്രം. കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുമ്പോൾ ദേശം വിടുവിക്കപ്പെട്ടില്ലെങ്കിലും നിന്റെ കൂട്ടാളിയും നിന്റെ കുഞ്ഞുങ്ങളും നീയും വിടുവിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചിട്ട് ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ദൈവപാദപ്പെടുത്തി വന്നിരുന്ന് നീ ഒന്ന് കരഞ്ഞു നോക്ക്. ദൈവവചനം പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ നീ ഒന്ന് തീരുമാനം എടുത്തു നോക്ക്. നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നത്, സ്തോത്രം, അധികാര സ്ഥാനത്തെ മാറ്റിവെച്ചിട്ട് മൊർദെഖായി പറഞ്ഞത് കേട്ട് എസ്തേർ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിരുന്ന് അവളും കരയാൻ തുടങ്ങി. എന്താ അവൾ പറഞ്ഞെന്നറിയാമോ? ഒരു കാര്യം ചെയ്, നീ മൊർദെഖായിയോട് ചെന്ന് പറയണം, ഇന്നും നാളെയും ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി മുഴങ്കാലിലിരിക്കും, നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിയമപ്രകാരം അല്ലെങ്കിലും മർക്കടമുഷ്ടിയിൽ നിൽക്കുന്ന രാജാവിൻ്റെ അടുക്കൽ ഞാൻ ചെല്ലും. അവൻ എന്നോട് ദയ കാണിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ഈ നല്ല പകലിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നാളുകളായി കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട്, രോഗം ബാധിച്ച്, സാമ്പത്തികമായി തകർച്ച വന്നിട്ട് എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയുവാൻ കഴിയാതെ നാല് പാട് നിന്നും നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ശത്രു ഞെരിക്കുമ്പോൾ നീ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടക്കാതെ വിശുദ്ധ തിരുവെഴുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ദൈവസനിൽ മുഴങ്കാലുമടക്കി ദൈവസന്നിൽ കരയാൻ തയ്യാറുണ്ടെങ്കിൽ, എത്ര വലിയ പ്രതിസന്ധി ആയാലും, എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ കടഭാരമായാലും, എത്ര വലിയ സാമ്പത്തിക തകർച്ചയാണെങ്കിലും, എത്ര വലിയ മാനസിക പിരിമുറുക്കമാണെങ്കിലും അതിൽ നിന്ന് വിടുവിപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. വിശുദ്ധ തിരുവെഴുത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ നീ മനുഷ്യനെയല്ല നോക്കേണ്ടത്, അധികാരികളെയല്ല നോക്കേണ്ടത്, പാസ്റ്ററെയല്ല നോക്കേണ്ടത്, കൂട്ടുവിശ്വാസിയല്ല നോക്കേണ്ടത്. ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ വചനം പറയുന്ന അനുസരിച്ച് ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവപാദപ്പെടുത്തിയിരിപ്പാൻ നീ തയ്യാറെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ മുന്നിൽ വെളിപ്പെട്ട് വരുമ്പോൾ നിന്റെ ശത്രു നിന്റെ മുമ്പിൽ തലകുനിച്ച് ഓടിപ്പോകുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, എസ്തർ പറഞ്ഞ പ്രകാരം ദേശത്ത് ഒരു നിലവിളി ഉയർന്നു ദൈവസന്നിധിയിൽ. ആ നിലവിളി ദൈവസന്നിധിയിലെത്തിയപ്പോൾ സ്വർഗമിറങ്ങി.
പ്രൈസ് ദി ലോർഡ്. നിനവെ പട്ടണത്തെ നശിപ്പിക്കുവാൻ സ്വർഗം തീരുമാനിച്ചു. എന്നാൽ സ്വർഗത്തെ തോൽപ്പിച്ചുകൊണ്ട് ജനം ദൈവസന നെടുമ്പാട് വീണു. ഇതാ ഹിന്ദു ദേശമായ ഈ രാജ്യത്തെ ഒരു കാലത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുവാനിടയായി തീർന്നെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിന്റെ ചുറ്റും പാർക്കുന്നവരെ കണ്ടിട്ട് നീ നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ കുഞ്ഞുങ്ങളെയും നിന്നെയും നിന്റെ കൂട്ടാളിയെയും ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നീ മാറിയിരുന്ന യാത്രയുടെ യാമങ്ങളിൽ ദൈവസന്നിധി കരയുവാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞെ, നീ തോൽക്കുകയില്ല. നിന്നെ തോൽപ്പിക്കുവാൻ ആരുടെ കരത്തിലും സ്വർഗം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ പ്രതിയോഗി അലറുന്ന പിശാച് നിന്നെ തകർക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുവാൻ, നിന്റെ സാമ്പത്തികത്തെ തകർക്കുവാൻ, നിന്റെ കുടുംബ സന്തോഷത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ നീ വിശ്വസിക്കേണ്ടത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ, അവൻ എൻ്റെ ഉപനിധിയ, അവസാനത്തോളം എന്നെ കാക്കുവാൻ ശക്തനാ. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധി വിട്ട്, അവൻ്റെ വചനം വിട്ട് ഞാൻ പിന്മാറുകയില്ല എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ നിലവിളിക്കാൻ കഴിയുമെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഉപവാസം കഠിനമായി. ദേശത്ത് മുഴുവനും നിലവിളി ഉയർന്നു. സ്വത്രം. രാജാവിൻ്റെ ഉറക്കം കെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ തകർക്കുമെന്ന് പറയുന്ന ശത്രു തകർന്നു വീഴുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണണമോ? സാമ്പത്തികമായി നിന്നെ ഞെരുക്കി ദേശത്ത് പരസ്യക്കൊലമാക്കുന്നു പറയുന്ന പിശാചിൻ്റെ തകർച്ച നിനക്ക് കാണണമോ? രോഗം കൊണ്ടുവന്ന് നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്ന രോഗാത്മാവിൻ്റെ മണ്ഡലം നിന്നെ വിട്ട് പോകുന്നത് നിനക്ക് കാണണമോ? സ്വത്രം. ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ട് നാളെ നിന്നെ ഭവനത്തിനകത്ത് നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞ ആ ബാങ്കുകാരൻ തന്നെ തിരിച്ചു വന്നിട്ട് നിന്നോട് സോറി പറയുന്നത് നിനക്ക് കേൾക്കണമോ? സ്വത്രം. നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയെ ബ്ലോക്ക് ചെയ്തിട്ട് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഒരിക്കലും ഉയർച്ച തരാതെ വണ്ണം നിന്റെ ഭാവിയെ തകർക്കാൻ വാദിച്ചു നിൽക്കുന്ന ആ ശത്രു പരാജയപ്പെട്ട് നിന്റെ തലമുറ ജയിച്ചു പുറത്തു വരുന്നത് നിനക്ക് കാണണമോ? ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു വലിയ മഹത്വം എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും. ലോകം മുഴുവനും, ദേശം മുഴുവനും, രാജാക്കന്മാർ മുഴുവനും ഒരുമിച്ച് നിന്നു യേശുവിനെ തകർക്കുവാൻ. പക്ഷേ തൊട്ടില്ല. കാരണം സ്വർഗം അനുവദിക്കാതെ യേശുവിനെ തൊടുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെയും നിന്റെ കൂട്ടാളിയെയും നിന്റെ കുഞ്ഞുങ്ങളെയും സ്വർഗമാ സൂക്ഷിച്ചിരിക്കുന്നത്. സ്തോത്രം. നിന്റെ സമ്പത്തിനെ സ്വർഗമാ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തിന് മഹത്വമുള്ളവനും മഹത്വമുള്ളവളായി മാറുന്നെങ്കിൽ നീ അറിയാതെ, നിന്നോട് ചോദിക്കാതെ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ കൂട്ടാളിയുടെ ജീവിതത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഒരർത്ഥം വന്ന് ഭവിക്കുവാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക കുഞ്ഞെ, നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു അസാധാരണ വ്യക്തിയാ. നീ കരഞ്ഞാൽ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് മറികടന്ന് പോകുന്നവനല്ല എൻ്റെ യേശു കർത്താവ്. മോർദെഖായി കരഞ്ഞപ്പോൾ രാജാവിന് ഉറക്കം വന്നില്ലെങ്കിൽ നോക്ക്, തങ്ങൾക്കെതിരെ ദൈവനാമ മഹത്വത്തിനെതിരെ നിൽക്കുന്ന ഹാമാനെ തകർക്കുവാൻ സ്വർഗം പദ്ധതി ഒരുക്കിയെങ്കിൽ നിനക്കെതിരെ പോരാടി നിൽക്കുന്ന ദേശാധിപതി ശക്തികൾ, നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികൾ, രോഗം കൊണ്ടുവന്ന് നിന്നെ തകർക്കുമെന്ന് പറയുന്ന പൈശാചിക പോരുകൾ നിന്റെ മുമ്പിൽ തകർന്നു വീഴും. നീ അവയെ ജയിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം തന്റെ കൃപ നിന്റെ മേൽ പകർന്ന് ഒരു ശുദ്ധീകരണം വരുത്തി ദേശത്ത് നിന്നെ ഉയർത്തുവാൻ എന്റെ കർത്താവ് മതിയായവനാ. ഈ പകൽക്കാലം വിശ്വസിക്ക്, നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു അസാധാരണ വ്യക്തിയാ. ആ വ്യക്തിയായി നിന്നെ തൊടുവാൻ ലോകത്തിലൊരു വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കഴിയത്തില്ല. നീ വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച പ്രാർത്ഥന നടുവിൽ അഗസ്വേസിൻ്റെ ഉറക്കത്തെ കെടുത്തി തൻ്റെ നിയമത്തെ മാറ്റി എഴുതി യഹൂദനെതിരെ നിയമം കൊണ്ടുവന്നവനെ സ്വത്രം കഴുകുമരത്തിൽ തൂക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഒരുക്കാൻ കഴിയുമെങ്കിൽ നിനക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെ നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ഒരു ഹാമാന്യ ശക്തികൾക്കും നിന്നെ വിട്ടു
വിട്ടുകൊടുക്കത്തില്ല എൻ്റെ കർത്താവ്. സ്വത്രം എൻ്റെ കർത്താവ് ലോകത്തിൽ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ശത്രുവിൻ്റെ കരത്തിൽ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. സാമ്പത്തിക തകർച്ച കൊണ്ടുവന്ന് നീ ലോകത്തിൽ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നിത്യരോഗത്തിന് അവകാശിയായി ഒരു രോഗിയായി ലോകത്തുനിന്ന് പട്ടുപോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്. നീ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ പിൻപറ്റാൻ തയ്യാറാകണം. അങ്ങനെ പിൻപറ്റിയാൽ നിന്റെ കലവറ ശൂന്യമാകത്തില്ല, നിന്റെ പേഴ്സ് ശൂന്യമാകത്തില്ല. സ്വത്രം നിന്റെ കരത്തിൽ നന്മ വരാതെ ഇരിക്കത്തില്ല. ഇത് ചുമ്മാതെ പറയല്ല കേട്ടോ, വാങ്ങിച്ച് പ്രാപിച്ചിട്ടാ ഞാൻ പറയുന്നത്, അത് കരത്തിൽ ഉപയോഗിച്ചിട്ടാ ഞാൻ പറയുന്നത്. എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. അവൻ്റെ സന്നിധിയിൽ 1 മണിക്കൂർ എന്തിനാ, 1 മിനിറ്റ് നീ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, 1 മിനിറ്റ് നീ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലം വരും. വരാതെ ഇരിക്കത്തില്ല. പക്ഷേ നിന്റെ വിശ്വാസം പൂർണ്ണമായിരിക്കണം. ഒരു രാജ്യം മുഴുവനും സ്വത്രം മൊർദെഖായിക്കും തൻ്റെ കൂടപ്പിറപ്പുകൾക്കും എതിര് നിന്നപ്പോൾ സ്വത്രം ഒറ്റ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആ നിയമത്തെ മാറ്റി എഴുതാൻ കഴിഞ്ഞെങ്കിൽ നാളുകളായി കർത്താവേ 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 എന്ന് വിളിച്ച് നീ പോകാത്ത സ്ഥലങ്ങളില്ല, നീ കൊടുക്കാത്ത നേർച്ചകളില്ല, നീ കാണാത്ത കാഴ്ചകളില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന ശുഭഭാവിയും സന്തോഷത്തിൻ്റെ നാളുകളും നിനക്ക് വരാത്തതെന്നറിയാമോ? നീ ഓടി നടക്കുക. നിൻ്റെ അകത്ത് വിശ്വാസം പലപ്പോഴും കുറഞ്ഞു പോകുക. സ്വത്രം അത്ഭുതങ്ങളുടെ പുറകെ നടക്കുക. സ്വത്രം അത്ഭുതങ്ങളുടെ പുറകെ നടക്കുക. കുഞ്ഞെ, അത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് അതും ഇതും കണ്ടിട്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം നീ കാണുമ്പോഴാ. സ്വത്രം അങ്ങനെയാണെങ്കിൽ ദൈവമഹത്വം എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എസ്തേർ പ്രാർത്ഥിച്ചു, മൊർദെഖായി നിലവിളിച്ചു. സ്വർഗം തൻ്റെ പ്രവൃത്തി അയച്ചത് ആ രാജ്യത്ത് മുഴുവനുമാണ്. അങ്ങനെ നിന്നെ ദേശത്തിൻ്റെ കാവൽക്കാരനും കാവൽക്കാരിയുമാക്കി വെച്ചത് ലോകത്തിലെ മനുഷ്യരല്ല, സഭയുടെ പാസ്റ്ററല്ല, സർവശക്തനായ ദൈവമാ. അങ്ങനെയാണെങ്കിൽ നീ പാർക്കുന്ന ദേശത്ത് നീ ഉള്ളിടത്തോളം കാലം ഒരനർത്ഥവും വന്നു ഭവിപ്പാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. സൊദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചപ്പോൾ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ ഓർത്തു. സ്വത്രം കുഞ്ഞെ, നിന്റെ തലമുറ സ്വത്രം നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് നഷ്ടപ്പെടാതെ ഇരിക്കുന്നത് നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയുമാ. നിന്റെ കൂട്ടാളി രോഗം വന്നിട്ട് തകർന്നു പോകാതെ ഇരിക്കുന്നത് നിന്റെ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയാ. അങ്ങനെയാണെങ്കിൽ സൊദോം ഗൊമോറ പട്ടണം വഷളത്വം നിറഞ്ഞപ്പോൾ സ്വർഗം ന്യായവിധി അയക്കാൻ തീരുമാനിച്ചു. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്നൊരു അബ്രഹാം സ്വത്രം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ഇല്ലേ അബ്രഹാമേ. എന്നാൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ നിന്നെ ഓർത്ത്, പറയാമെങ്കിൽ പറ കുഞ്ഞെ, നിന്നെ ഓർത്ത്, സഹോദര നിന്നെ ഓർത്ത്, സഹോദരി നിന്നെ ഓർത്തട്ട ദേശം നാശത്തിലും തകർച്ചയിലും വന്നു വീഴാത്തത്. സ്വത്രം. അനവധി പ്രതികൂലങ്ങൾ, അനവധി കഷ്ടങ്ങൾ, അനവധി രോഗങ്ങൾ, അനവധി തകർച്ചകൾ അനേക കുടുംബങ്ങളെ കാർന്നു തിന്നുമ്പോൾ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും ഒരാപത്തും വരുത്താതെ നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിനും ഉപരിയായി നിന്നെ കരുതുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ മഹിമകളുടെ സാക്ഷിയാണെന്ന് ലോകം പറഞ്ഞതുകൊണ്ടാ. നീ ഒരു ദൈവപ്പൈതലാണെന്ന് ലോകം കണ്ടതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ മഹിമ കണ്ട സാക്ഷിയായി നീ ദേശത്ത് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഈ വിശുദ്ധ തിരുവെഴുത്തും എടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ട ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നെ ഓർത്ത സ്വർഗം നാശം വിതയ്ക്കാത്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിന്നെ വിടുവിച്ച ദൈവത്തിന് മഹത്വം കൊടുക്ക്. നീ മൂലം ദേശം വിടുവിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കും. സ്വത്രം. തകർത്ത് കളയാൻ ശ്രമിച്ച മൊർദെഖായിയും എസ്തേറിനെയും സ്വർഗം ഉയർത്തി മാനിച്ചിട്ട് തകർക്കുവാൻ ശ്രമിച്ച നിയമത്തെ കൊണ്ടുവന്ന ഹാമാനെ തകർത്ത് സ്വർഗം ജയം നൽകിയെങ്കിൽ
പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കുഞ്ഞേ, ഉപവാസത്തിന് മറുപടി ഉണ്ട് കുഞ്ഞേ, സ്വത്രം നിൻ്റെ വിശ്വാസത്തിന് മറുപടി ഉണ്ട് കുഞ്ഞേ. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. വ്യക്തമായി തിരിച്ചറിയാൻ ശ്രമിക്കുക. ഏത് സ്ഥാനത്താണോ നീ തോറ്റുപോയത് നീ ഒന്ന് അന്വേഷിക്കുക. സ്വത്രം വിശ്വാസ ജീവിതത്തിലാണോ നീ തോറ്റുപോയത്? സാമ്പത്തിക വിഷയത്തിലാണോ നീ തോറ്റുപോയത്? രോഗം വന്നപ്പോഴാണോ നീ തോറ്റുപോയത്? സമൂഹത്തിൽ നിന്ന അനുഭവിച്ചപ്പോഴാണോ നീ തോറ്റുപോയത്? ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണോ നീ തോറ്റുപോയത്? എല്ലാം എൻ്റെ യേശു അപ്പൻ്റെ കാര്യത്തിലൊന്ന് കൊടുത്തിട്ട് പറയും, ഇന്നുവരെയും ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തിയതാ. അങ്ങനെയാണെങ്കിൽ ശേഷിക്കുന്ന കാലം എനിക്കുള്ള കാലമല്ല, നിന്റെ കാലമായി എനിക്ക് വെളിപ്പെട്ടു വരണം. നിന്റെ മഹത്വം ഈ ലോകത്തോട് എനിക്ക് വിളിച്ചു പറയണം. അതിന് നീ എൻ്റെ കഷ്ടത മാറ്റണം, എൻ്റെ കണ്ണീര് മാറ്റണം, എൻ്റെ നിന്ന മാറ്റണം, എൻ്റെ പരിഹാസം മാറ്റണം, എൻ്റെ സാമ്പത്തിക തകർച്ച മാറ്റണം, സ്വത്രം എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയെ മാറ്റണം. നിനക്കതിന് കഴിയും ദൈവമെന്ന് പറഞ്ഞ് ഒന്ന് മുഴങ്കാലും അടക്കി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒരു നേർച്ച കൊടുക്കണ്ട, ഒരു കാഴ്ച കൊടുക്കണ്ട, നീ എങ്ങും പോയി ഉരുളണ്ട, നീ തിരികത്തിക്കണ്ട, നീ മെഴുകുതിരി കത്തിക്കണ്ട, നീ ആരുടെ അടുക്ക പോകണ്ട. നിന്റെ ഭവനത്തിനകത്തും ആലയത്തിനകത്തും ഇരുന്ന് മുഴങ്കാലും അടക്കി ദൈവമുഖത്തേക്ക് നോക്കി നീ ഒന്ന് കരഞ്ഞു നോക്ക്. സ്വർഗം ഇറങ്ങി വരും. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശുവിൻ്റെ നാമത്തിലല്ലാതെ നിനക്ക് വിടുതലുമില്ല. അല്ലാതെ ലഭിക്കുന്ന വിടുതലുണ്ടല്ലോ, അത് ശാശ്വതമല്ല. അത് അല്പനേരത്തേക്കും അല്പസമയത്തേക്കും അല്പ ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ് നിനക്ക് സൗഖ്യം തന്നാൽ അത് പൂർണ്ണ സൗഖ്യമാ. എൻ്റെ കർത്താവ് നിന്നെ രക്ഷിച്ചാൽ അത് പൂർണ്ണ രക്ഷയാ. എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തിയാൽ നിന്നെ താഴ്ത്തുവാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ കർത്താവ് നിന്നെ അംഗീകരിച്ചാൽ ലോകം നിന്നെ ചേർത്ത് പിടിക്കും. എന്നിട്ട് അവർ പറയും, ഇവനും അബ്രഹാമിൻ്റെ സന്തതി. സ്വത്രം, ഇവൻ ദൈവത്തിൻ്റെ പൈതൽ. കുഞ്ഞെ, അങ്ങനൊരു പേര് നിനക്ക് തന്നത് ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല കേട്ടോ. കാൽവറി ക്രൂശിൽ നിനക്കും എനിക്കും വേണ്ടി പരമയാഗമായി തീർന്ന യേശു കർത്താവാ. അവൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ മറുവിലയാ കുഞ്ഞെ നീ ഞാനും. അല്ലാതെ ഒരു പള്ളിയുടെ പേരിലോ ഒരു പുരോഹിതൻ്റെ പേരിലോ സ്വത്രം ഒരു കൂട്ടായ്മയുടെ പേരിലോ അല്ല നീ ഉയർത്തപ്പെട്ടത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നീ ഉയർത്തപ്പെട്ടത്. അങ്ങനെ യേശു കർത്താവ് അന്ത്യം വരെയും നിന്നെ കാക്കുവാൻ ശക്തനാ. നിത്യതയിൽ എത്തിച്ചേരുന്ന നാൾ വരെയും നിന്നെ കൈപിടിച്ച് നടത്തുവാൻ മതിയായവനാ. അതുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്തിട്ട് നീ പറ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. സകലതും തൻ്റെ കരത്തിൽ വന്നപ്പോൾ ദാവീദ് അതിനകത്തല്ല സന്തോഷിച്ചത്. തൻ്റെ മകന് തന്നെക്കാൾ ജ്ഞാനം ലഭിച്ചപ്പോൾ അതിനകത്തല്ല സന്തോഷിച്ചത്. പിന്നെയോ ദാവീദ് പറയുന്നത്, ഒരർഹതയും ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ നീ ഇത്രത്തോളം അനുഗ്രഹിച്ചുവെങ്കിൽ ഞാൻ എന്ത് പകരം ചെയ്യും ദൈവമേ? എനിക്ക് പകരം ചെയ്യുവാൻ ഒന്നുമില്ല. രക്ഷയുടെ പാനപാത്രം എടുത്ത് നിനക്ക് സ്തോത്രം ചെയ്യും. നടത്തിയ വിധങ്ങളെയും കരുതിയ നന്മകളെയും ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി കടന്നു വന്ന് നന്ദി പറയുവാൻ നിനക്ക് കഴിയുമെങ്കിൽ സ്തോത്രം. നിന്റെ ഇടത്തും വലത്തും മുമ്പും പിൻപും എത്ര ശത്രു നിനക്കെതിരെ വാട കോരിയാലും സ്വത്രം, ആരൊക്കെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും, നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബന്ധിക്കുമെന്ന് പറഞ്ഞാലും, ഇല്ല കുഞ്ഞേ, സ്വർഗം അത് അനുവദിക്കത്തില്ല. കാരണം നീ ലോകത്തിൻ്റെ പൈതലല്ല, നീ ദൈവത്തിൻ്റെ പൈതല. നീ ദൈവത്തിൻ്റെ പൈതല ഇരിക്കുന്നിടത്തോളം കാലം നീ തോൽക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നീ തോറ്റുപോയാൽ എൻ്റെ കർത്താവ് തോൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കർത്താവ് തോൽക്കാൻ നിന്നെ വിടത്തില്ല. കർത്താവേ, എനിക്ക് തോൽക്കണ്ട, എനിക്ക് ജയം വേണം. എൻ്റെ കഷ്ടതയ്ക്ക് പരിഹാരം തരാൻ നിനക്ക് കഴിയും. എൻ്റെ കണ്ണുനീരിനെ തുടപ്പാൻ നിനക്ക് കഴിയും. എൻ്റെ കൂട്ടാളുടെ രോഗത്തെ മാറ്റുവാൻ നിനക്ക് കഴിയും. കർത്താവ്, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം തരാൻ നിനക്ക് കഴിയും. കുഞ്ഞെ, ഈ പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ പകൽക്കാലം ദൈവത്തോടൊന്ന് പറയാമോ? ഇന്ന് കണ്ട മിശ്രമിനെ ഒരു നാളും നീ കാണുകയില്ലെന്ന് പറഞ്ഞെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ പറയുക, 2024 കഷ്ടം അനുഭവിക്കേണ്ടി വന്നെങ്കിൽ 2025 നിന്റെ സന്തോഷത്തിൻ്റെ വർഷമാ, നിന്റെ തലമുറയുടെ അനുഗ്രഹത്തിൻ്റെ വർഷമാ, നിന്റെ ഭവനത്തിനകത്ത് നന്മ ഒഴുകിയെത്തുന്ന വർഷമാ. 2025 നീ നിന്റെ ഉയർച്ചയുടെ വർഷമാ. നീ തോറ്റുപോകുവാൻ നിന്നെ ഒരു ശത്രുവിന്റെ കാര്യത്തിലും വിട്ടുകൊടുക്കത്തില്ല. നിന്നെ തോൽപ്പിക്കുവാൻ ഒരു പിശാചിനെ അനുവദിക്കത്തില്ല. നീ അവന്റെ പൈതലായി നിൽക്കുന്നിടത്തോളം കാലം ജയത്തിന്റെ പാട്ടുപാടുവാൻ സ്വർഗം നിന്റെ നാവിന് ബലം തരും. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തേ. മൊർദെഖായി പറഞ്ഞത്
കേട്ട് അനുസരിച്ച് എസ്തേർ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കിയപ്പോൾ സ്വർഗം തനിക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ തളവണക്കിയിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുവാൻ ഈ പകൽക്കാലം നീ തയ്യാറാകുമെങ്കിൽ നിന്റെ നിന്ന മാറാൻ പോകുക. സ്വത്രം നിന്റെ തലമുറയുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്ത ശത്രു തകർന്ന് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. സാമ്പത്തികമായി നാല് പാട് നിന്നും നിന്നെ ഞെരുക്കുന്ന ശത്രു നിന്റെ മിനിറ്റ് ഓടിപ്പോകാൻ പോകുക. പുതിയ നന്മകളുടെ വഴി സ്വർഗം നിനക്ക് ഓപ്പണാക്കാൻ പോകുക. വിശ്വാസത്തോടെ ആമേൻ പറ. ഒരു പിശാചിനും ദൈവം നിന്നെ വിട്ടു കൊടുക്കത്തില്ല. ഒരന്ധകാര ശക്തിയും നിന്നെ ബ്ലോക്ക് ചെയ്യുവാൻ, നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യുവാൻ സമ്മതിക്കത്തില്ല. നിന്റെ അവകാശത്തെ കവർന്നെടുത്തുകൊണ്ട് പോയാ പിശാച് അതിനെ മടക്കി തരുന്ന നാളുകളും ദിവസങ്ങളുമായത്. നീ തോറ്റുപോയി അടുത്തുനിന്ന് മടങ്ങി ജയത്തോടെ വരുന്ന ദിവസമായത്. അതുകൊണ്ട് ഈ പകൽക്കാലം വിശ്വസിക്ക്, ഞാൻ പരാജയപ്പെട്ടവനല്ല. ഞാൻ പരാജയപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ജയിച്ചു പുറത്തു വരുമെന്ന് പറ. അന്ധകാര ശക്തി നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ജാതീയ പോരുകൾ നിന്നെ തകർക്കാൻ പദ്ധതിയിടുന്നുണ്ട്. സ്വത്രം ദേശത്തെ മുച്ചോടെ മുടിക്കുവാൻ അവൻ വെല്ലുവിളിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ ദാവീദ് ഗോലിയാത്തോട് പറഞ്ഞത് ഇതത്രേ നിന്നോടും എനിക്ക് പറയുവാനുള്ളത്. നീ നിന്ദിക്കുന്ന ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ നാമത്തിൽ പിശാചേ, നിന്റെ തല ഞാൻ തകർക്കും. ഒറ്റ കല്ലിൻ്റെ മുമ്പിൽ ദേശത്തെ അടക്കിവാണ ഗോലിയാത്ത് എന്ന് പറഞ്ഞ മഹാപിശാചിനെ തകർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു ദാവീദിനെ ഉപയോഗിച്ചെങ്കിൽ കുഞ്ഞെ, നിന്റെ ദേശത്ത് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. അത് നീ വിശ്വസിച്ചിട്ട് കണ്ണുനീരോടെ വിതയ്ക്ക്, ആർപ്പോടെ കൊയ്യ. ഈ പകൽക്കാലം ആ കൊയ്ത്തിനായി നമുക്ക് നമ്മെ ബലപ്പെടുത്താം. ഈ വചനങ്ങൾ ആ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.